പ്രണയ സഞ്ചാരം ഭാഗം 2. ആ ഗൗരവക്കാരന്റെ വാക്കുകൾ കൂട്ടിയും കുഴച്ചും ഒത്തിരി നേരമായി ചിന്തിക്കുന്നു. കല്യാണം ഇങ്ങനെ ഒരു പരീക്ഷണം പോലെ ചെയ്യാൻ പറ്റുമോ? പിരിയാൻ വേണ്ടി എന്തിനാ കല്യാണം കഴിക്കുന്നത്? പല്ലവി ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നുകൊണ്ട് തല ബെഡിൽ മുട്ടിച്ചു. ദൈവമേ, ഭ്രാന്ത് വരുന്നുണ്ടല്ലോ. എങ്ങനെയാ ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുന്നത്? കുറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ ഗൗതം പറഞ്ഞതല്ലാതെ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് പല്ലവി മനസ്സിലാക്കി. ഇനി എന്തു വന്നാലും സ്വയം അങ്ങ് നേരിടുക. പിന്നീടൊരു വാക്ക് തർക്കത്തിന് മുതിരാൻ സമ്മതിക്കാതെ തന്റെ മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പല്ലവി ഗൗതമിന് സമ്മതം എന്ന് മാത്രം മെസ്സേജ് അയച്ചു. തന്റെ തീരുമാനം ശരിയല്ലേ എന്നൊന്നുകൂടി ആലോചിക്കുമ്പോഴാണ് പല്ലവിയുടെ സമ്മതം എന്നുള്ള മെസ്സേജ് ഗൗതം കണ്ടത്. അപ്പോൾ ഇനി എന്തു വന്നാലും കല്യാണം കഴിക്കുക, ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട്. ഗൗതം ഒരു നെടുവീർപ്പോടെ ആ മെസ്സേജിന് എന്ന ഇമോജി അയച്ച് ബെഡിലേക്ക് മറിഞ്ഞു. 3 മാസത്തിന് ശേഷം. മോളെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ ചെറിയ കുട്ടികളാണെന്ന ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. 2 പേരുടെ ജാതകത്തിലുമുള്ള ഈ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ എടുത്തു പിടിച്ചുള്ള കല്യാണം. നിങ്ങൾ 2 പേരും പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് പോലും. ഇനി ഇപ്പോൾ എന്താണാവോ പുതിയ കുരിശ്? കഴുത്തിൽ ചരടിനാൽ കെട്ടിയ താലിയും നെറുകയിൽ സിന്ദൂരത്തിന്റെ ചുവപ്പുമായി പല്ലവി ഗൗതമിന്റെ അമ്മയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ചിന്തിക്കാതിരുന്നില്ല. മോൾക്കും കുഞ്ഞിനും ഒരു വിവാഹ ജീവിതം നയിക്കാനുള്ള പക്വതയൊന്നും ആയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അടുക്കളയിൽ പണിയെടുക്കുന്നതിനിടയിലാണ് അമ്മയുടെ ഈ വർത്തമാനമൊക്കെ. പല്ലവി ഒരു പണിയുമില്ലാത്ത പോലെ അടുക്കള തിട്ടയിലേക്ക് ചാരി നിന്നു. മോളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ആഴ്ച കഴിഞ്ഞാൽ മോളെ മോളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ആക്കും കേട്ടോ. നിങ്ങൾ 2 പേരും പഠിക്കുകയല്ലേ. കുഞ്ഞനൊരു ജോലിയൊക്കെ ആയിട്ട് മോളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നോളാം. അതുവരെ ഒരു ചെറിയ അകൽച്ച എന്ന് വിചാരിച്ചാൽ മതി. ഈ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? പല്ലവി ഒരു നിമിഷം കണ്ണു തുറച്ചു നോക്കിപ്പോയി. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകുകയാണോ? പല്ലവിക്കിപ്പോൾ ചെറുതല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഗൗതം ചേട്ടാ, അമ്മ ഇന്ന് എന്താ പറഞ്ഞതെന്നറിയാമോ? റൂമിലെ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പല്ലവി ഓടി വന്ന് ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? ഗൗതം അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അതില്ലേ, അമ്മ പറഞ്ഞു എന്നെ ഈ ആഴ്ച കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന്. പിന്നെ ചേട്ടന് ജോലിയൊക്കെ ആയിട്ടേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നും പറഞ്ഞു. പല്ലവി തുള്ളിക്കൊണ്ട് ഗൗതമിന്റെ കയ്യിൽ പിടിച്ചു. അമ്മ അങ്ങനെ പറഞ്ഞോ? അതെന്തിനാ ഇപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നാവോ? സംതിങ് ഫിഷി. ഗൗതം ഒരു ഗൗരവത്തോടെ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പല്ലവിയെ നോക്കി. അയ്യോ സോറി. ഞാൻ സന്തോഷം കൊണ്ട്. പല്ലവി ഒരു ഇളിഞ്ഞ ചിരിയോടെ അവന്റെ കയ്യിൽ നിന്നും കൈയെടുത്തു മാറ്റി. രാത്രി ഗൗതമിന്റെ അരികിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു ചളിപ്പും പരിഭ്രാമവും ഉണ്ടായിരുന്നു പല്ലവിക്ക്. എടോ, തന്നെ ഞാൻ പിടിച്ചു തിന്നുകയൊന്നുമില്ല. ഇങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ്, ഓക്കെ അല്ലേ? തനിക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് പറയുന്ന ഗൗതം ചേട്ടനെ കണ്ടപ്പോൾ ഒരു ചിരിയോടെ പല്ലവി സമ്മതം മൂളി. എന്നാ പല്ലവി പറ, എന്താണ് ഇയാളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഗൗതമിന്റെ ചിരിയോടെയുള്ള ചോദ്യത്തിന് ഒരു ചിരിയോടെ തന്നെ പല്ലവി കട്ടിലേക്ക് ചാരിയിരുന്നു. അങ്ങനെ പ്ലാൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ജേർണലിസം കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് MA ചെയ്യണം. അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഒരു അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ആകാനാണ് എനിക്കിഷ്ടം. ഗൗതം ചേട്ടൻ പറ ഇനി. ചേട്ടൻ എന്താണ് ഇഷ്ടം? ആഹാ, തനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണല്ലോ. എന്റെ കാര്യം പറയാനാണെങ്കിൽ ഒറ്റവാക്കിൽ പറയാം, ഞാനൊരു മടിയനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഗൗതം ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. ശരിക്കും? പല്ലവി കൗതുകത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ അമ്മയും അച്ഛനും സമ്മതിച്ചില്ല. അവർ പൈസ കൊടുത്ത് കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുത്തു. +2 എങ്ങനെയോ പാസ്സായതാണ്. എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ കൊണ്ടുപോയി ചേർത്തു. പിന്നെ എങ്ങനെയോ സപ്ലി ഇല്ലാതെ കഷ്ടിച്ച് ഡിഗ്രി പാസ്സായി. ഇനിയിപ്പോൾ വല്ല കോഴ്സും നോക്കണം എന്ന് വിചാരിക്കുന്നു. അഡ്മിഷനൊക്കെ തുടങ്ങുന്നതല്ലേയുള്ളൂ. ഒരു നെടുവീർപ്പോടെ ഗൗതം പറഞ്ഞു. ഇയാൾ എങ്ങനെ എൻട്രൻസ് എഴുതിയോ? എഴുതി. അതുകൊണ്ടാ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടിയത്. ഞങ്ങൾക്ക് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. 1 month ആയി. പല്ലവി മറുപടി പറഞ്ഞു. എന്നാൽ പല്ലവി കിടന്നോളൂ. ക്ഷീണം കാണും. നല്ല അലച്ചിലായിരുന്നില്ലേ 2-3 ദിവസമായി? ഗുഡ് നൈറ്റ്. ഗൗതം തിരിഞ്ഞു കിടന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു. പല്ലവിയും ഒരു ചിരിയോടെ കിടക്കയിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചു. കാത്തിരിക്കൂ.